തെരുവുനായ ശല്യം കണ്ണൂരിൽ മാത്രമല്ല, പാലക്കാട്ടുമുണ്ട്. തെരുവുനായ ശല്യത്തിൽ വലയുകയാണ് പാലക്കാടും. കരിമ്പ കല്ലടിക്കോട് പറക്കലടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് പരിക്കേറ്റു. പശുവിനെ ചികിത്സിക്കാനെത്തിയ ഡോക്ടറെയും നായ ആക്രമിക്കാൻ ശ്രമിച്ചു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യത്തിന് നടപടിയില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, കണ്ണൂരിൽ മാത്രമല്ല പാലക്കാടുമുണ്ടോ പ്രശ്നം? അരുൺകുമാർ, കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരത്തിൽ നിരവധി ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കല്ലടിക്കോടും ഇത്തരത്തിൽ തെരുവുനായ ശല്യം ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നത്. ഒരു പേപ്പട്ടി കഴിഞ്ഞ ദിവസം ഈ മേഖലയിലേക്ക് എത്തി വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുകയായിരുന്നു. ഈ കല്ലടിക്കോട് പറക്കലടിയിൽ ജോർജ് ജോസഫിൻ്റെ പശുവിനെയാണ് ഈ പേപ്പട്ടി ആദ്യം ആക്രമിക്കുന്നത്. അതിന് പിന്നീട് ആ പ്രദേശത്തെ നിരവധി തെരുവുനായകളെയും ഈ പേപ്പട്ടി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു ആക്ഷേപമായി പറയുന്നത്. പക്ഷേ നമ്മൾ ആ പ്രദേശത്തെ വാർഡ് മെമ്പറുമായി സംസാരിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പേപ്പട്ടിയെ നാട്ടുകാർ തല്ലിക്കൊന്നു എന്നുള്ളതാണ് വാർഡ് മെമ്പർ ഇപ്പോൾ അറിയിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇന്നലെ ഈ നായയുടെ കടിയേറ്റ പശുവിനെ ചികിത്സിക്കാനെത്തിയ ഡോക്ടറെയും ഈ പേപ്പട്ടി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഈ ഡോക്ടറുടെ ബൈക്കിൽ ഈ നായ കടിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളും പറയുന്നുണ്ട്. ഏതായാലും കല്ലടിക്കോട് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന ഒരു പേപ്പട്ടിയിൽ നിന്നാണ്. ആ പേപ്പട്ടി പിന്നീട് നിരവധി തെരുവുനായകളെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ പേപ്പട്ടിയെ നാട്ടുകാർ തല്ലിക്കൊന്നുണ്ട്. പക്ഷേ കടിയായിട്ടുള്ള മറ്റു നായ്ക്കളെ കുറിച്ചുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. ഏതായാലും പഞ്ചായത്തും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ മറ്റു നായകൾക്കെല്ലാം ചികിത്സ നൽകി വാക്സിനേഷൻ നൽകാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ ജനപ്രതിനിധികൾ അറിയിച്ചുള്ള വിവരം. അരുൺകുമാർ, ഓക്കെ, ഒരിടത്ത് നമ്മുടെ വീട്ടിലെ മൃഗങ്ങളെ ആക്രമിക്കുന്നു, മറുഭാഗത്ത് ആളുകളെ ആക്രമിക്കുന്നു. കണ്ണൂരിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് അവിടെ 16 പേരെ ഇന്ന് നായ കടിച്ചതിൽ ഒരു കുട്ടി 2.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കേട്ടു. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൂടി കണ്ണൂരിൽ തെരുവുനായ കടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ മാത്രം 56 പേരെയാണ് തെരുവുനായ കടിച്ചത് കണ്ണൂരിൽ. ഇന്ന് 16 പേരെ, അതിലൊന്ന് 2.5 വയസ്സുള്ള കുട്ടിയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നത്.